ഫുട്ബോളിനെ കുറിച്ചൊന്ന് നോക്കാം. എനിക്ക് എത്രത്തോളം അറിവുണ്ട് കാര്യങ്ങൾ നോക്കട്ടെ. എനിക്ക് തീരെ അറിയൂല, ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല. സംഭവം എനിക്കറിയില്ല, അത്ര പോലും എനിക്കറിയില്ല. ഒരു കുട്ടിക്കറിയണ, ഈ ചെറിയ കുട്ടിയൊക്കെ അറിയില്ലേ, അത്ര മെസ്സി ഏതാണ്, റൊണാൾഡോ ഏതാണ്, ആ രീതിയിലുള്ള അറിയുള്ളൂ. അതറിയാം. അതിൽ തന്നെ എനിക്ക് ചില ആൾക്കാരൊന്നും കണ്ടാൽ തന്നെ മനസ്സിലായി. എൻ്റെ ഒപ്പം കൂടിയിട്ടാണ് മെസ്സിനെ പോലെ എനിക്ക് മനസ്സിലാവുന്നത്. ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു വികാരമാണ്. നിനക്ക് പുച്ഛമാണ് അതിന്, പുച്ഛം. കാരണം ഏത് ടൈമിലും ഫുട്ബോൾ എനിക്ക് തോന്നുന്നു. ചില സമയത്ത് എനിക്ക് ഫുട്ബോൾ എങ്ങനെ കല്യാണം കഴിച്ചാൽ മതിയെന്ന് തോന്നാറുണ്ട്. ബാഴ്സലോണ എന്ന ടീമാണ് ഫുട്ബോളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ടീം. അത് ഞാൻ ആദ്യമായിട്ട് അറിയണത് ഇവിടെ വന്നപ്പോഴാണ്, അങ്ങനെ ഒരു ടീമുള്ള കാര്യം അറിയണത്. എൻ്റെ വിചാരം എന്താ, ആകെ മറ്റേ അർജന്റീന, മറ്റേ ആ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അർജന്റീന, ബ്രസീൽ, ജർമ്മനി. ഇനി പോലെ കാലാണ് വരാൻ പോണത്. 2026 വേൾഡ് കപ്പാണ് ഇനി വരാൻ പോണത്. 2026 വേൾഡ് കപ്പിൽ അർജന്റീന, ബ്രസീൽ, ഇനി അവരുടെ കൊടികൾ ഇങ്ങനെ കാണാം ഈ റോഡ് കൂടെ ഒക്കെ. ഇങ്ങനെ ഒരു 2 മാസം, ഇപ്പൊ മാർച്ച് അല്ലേ, മാർച്ച് ലാസ്റ്റിലെ ഏപ്രിൽ മെയ് അവസാനത്തോടു കൂടി ഇങ്ങനെ പൊന്തും കൊടികൾ ഇങ്ങനെ. ഫുട്ബോളിന്റെ ആരവാണ്. അന്ന് രാത്രി നോക്കിക്കൊണ്ടി, ഒരു മനുഷ്യന് രാത്രി കിട്ടൂല, ഒക്കെ അതിന്റെ വിത്താലേകാരം. ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു വികാരമാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറംകാർക്ക്. ഞാൻ മലപ്പുറത്ത് തന്നെയാണ്. അല്ല, ശരിയാണ്, ഇജ്ജ് മലപ്പുറമാണ്, അല്ലാന്നല്ല പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഫുട്ബോൾ കണ്ടു തുടങ്ങിയാണ്ടല്ലോ, ഇപ്പൊ കുറേ പെൺകുട്ടികളുണ്ട് ഇതുമാതിരി ഫുട്ബോളൊക്കെ കാണുന്നത്. കണ്ടു തുടങ്ങിയാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള പ്രണയം കൂടുകയുള്ളൂ, കുറയില്ല. അങ്ങനെ എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫുട്ബോളിനെ കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഫുട്ബോൾ മത്സരം 90 മിനിറ്റാണ് കളി ഉണ്ടാവുക. അതിൽ 45 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാഫ് ടൈമാണ്. ആ പ്ലെയേഴ്സിന് ഷോർട്ട് ബ്രേക്ക്, ഒരു കൂളിംഗ് ബ്രേക്ക് എന്ന് പറയുന്ന രീതിക്ക് പ്ലെയേഴ്സിന് എല്ലാവർക്കും. അത് 15 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞാൽ വീണ്ടും 45 മിനിറ്റ്, അങ്ങനെ 45 90 മിനിറ്റ് ഉണ്ടാവും. 90 മിനിറ്റിൽ നമ്മൾ ഫുട്ബോളിൽ എന്ന് പറയുന്നത്, ഒരു ടീമിൽ 11 പേർക്ക് അറ്റ് എ ടൈമിൽ കളിക്കാൻ പറ്റുള്ളൂ. 12ാമത്തെ കളിക്കാരനില്ല അവിടെ. ഒരു ഗോൾ കീപ്പർ അടക്കം 11 പ്ലെയേഴ്സ്. സൈഡ് ലൈനിൽ കുറേ പ്ലെയേഴ്സ് ഉണ്ടാവും. ആർക്കെങ്കിലും ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ, പരിക്ക് പറ്റിക്കഴിഞ്ഞാലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന പ്ലെയേഴ്സ്. സബ് എപ്പോൾ ആണെങ്കിലും ഇറക്കാം എന്ന രീതിയിൽ. അപ്പോൾ ടോട്ടൽ ആ ഫീൽഡിൽ, മീൻസ് ഗ്രൗണ്ടിൽ 22 പ്ലെയേഴ്സ് ഉണ്ടാവും അറ്റ് എ ടൈമിൽ. 22 പ്ലെയേഴ്സ് ഈ ബോളിനും വേണ്ടി, മീൻസ് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോരാടുന്നു എന്നുള്ളതാണ്. പല ഇമോഷൻസാണ്. ഒരു ഗോളിനും വേണ്ടി ലൈഫ് വരെ പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അതറിയാൻ പറ്റും. ഇഞ്ചുറി മാത്രമല്ല, ഏതൊരു ഐ തിങ്ക് കൊളംബിയത്തെ പ്ലെയർ ആണ്, മീൻസ് എസ്കോബാർ. വേൾഡ് കപ്പിന്റെ വർഷം എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ഇതിൽ USA-ക്കെതിരെ ഈ കൊളംബിയൻ എസ്കോബാറിന്റെ വക ഒരു സെൽഫ് ഗോൾ അറിയാതെ വന്നു. അതായത് ഓന്റെ കാൽമട്ടി ഓന്റെ പോസ്റ്റിൽ തന്നെ ഗോൾ കയറി. ആ ഗോൾ കയറിയിട്ടാണ് ഒരു എലിമിനേറ്റ് ആവുന്നത്. പക്ഷേ ആ ഗോളിന് ഓൻ്റെ ജീവന്റെ വില ഉണ്ടായിരുന്നു. കാരണം ആ ഗോളിന് ശേഷം വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവനൊരു ഹോട്ടലിൽ, ഒരു സാധാ ഹോട്ടലിൽ പോയപ്പോൾ അവിടുത്തെ ഫാൻസിൻ്റെ ഇമോഷൻസ് നമുക്ക് അറിയാൻ പറ്റും. ഒരു ടീമൊക്കെ തോറ്റു കഴിഞ്ഞാൽ നമ്മളെ ഇമോഷൻസ് എത്രത്തോളം കരയും, കുറേ ഉണ്ടാവുമല്ലോ പ്രശ്നങ്ങൾ. ഒരു ഫാന് അവന് വെടിവെച്ച് കൊന്നു പ്ലെയറെ, ആ ഒരു ഗോള് കാരണം എന്താണ്, ആ ഗോള് കാരണം കൊളംബിയ എലിമിനേറ്റ് ആയി പോയത് കൊണ്ട്. ഇഷ്ടപ്പെട്ട ആൾക്കാരല്ലേ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മെസ്സിക്ക് അർജന്റീന സപ്പോർട്ടേഴ്സിനെ നമ്മൾ കാണുള്ളൂ. 2016-ന്റെയും 19-ന്റെയും ഇടയിലുണ്ടായിരുന്നു ഒരു കാലം. മെസ്സിന്റെ പിക്ചർ കണ്ടാൽ കത്തിക്കുന്ന അർജന്റീനക്കാർ വരെ ഉണ്ടായിരുന്നു. മെസ്സിന്റെ മറ്റേ ചിത്രങ്ങൾ എവിടെ ഉണ്ടോ അതൊക്കെ കത്തിച്ചു. മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വെറുപ്പായിരുന്നു. കാരണം എന്താ, രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. കാരണം 4 ഫൈനൽ അടുപ്പിച്ച് പൊട്ടിയ ആളാണ്. 3 ഫൈനലിൽ കൺസിക്യൂട്ടീവ് ആയിട്ട് പൊട്ടി. 4 ഫൈനലിൽ 2009 ഒരു ഫൈനൽ, 2014 ഒരു ഫൈനൽ, 2015 ഒരു ഫൈനൽ, 2016 ഒരു ഫൈനൽ, ഇങ്ങനെ 4 ഫൈനലിൽ പൊട്ടിയ പ്ലെയറാണ്. ആ 16ാമത്തെ ഫൈനലിൽ പൊട്ടിയപ്പോൾ മെസ്സി വിരമിച്ചു. അതിൽ അർജന്റീന ഫാൻസ് പറഞ്ഞാണ്, വേണ്ട ഇങ്ങനത്തെ ഒരു പ്ലെയറെ, മറഡോണക്കൊപ്പം നിർത്തൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെയാണ്. ഏതൊരു പ്ലെയർ ആയാലും, ഈ റൊണാൾഡോ ആയാലും മെസ്സി ആയാലും ആരായാലും, ഫാൻസിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രതിഷേധവും സമ്മർദ്ദമൊക്കെ ഉണ്ടാവും. അങ്ങനെ സ്വന്തം ജീവൻ പോയ പ്ലെയറാണ്. അപ്പോൾ ഫുട്ബോളിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഉണ്ട്. ഒരാളുടെ ലൈഫിന് മീൻസ് നമ്മുടെ ജീവൻ്റെ വില എത്രയാണോ അത്ര വില തന്നെയാണ് നമുക്ക് ഫുട്ബോൾ ഇതാകുന്നത്.
ഒരുപാട് ഇൻസിഡന്റ്, ഇതൊന്നല്ല, ഒരുപാട് ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഞാൻ അത് ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. എനിക്ക് അറിയില്ലേനു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇമോഷൻസ് ആണ് ശരിക്കും ഫുട്ബോള്. കാരണം 90 മിനിറ്റ്, ഈ 45 മിനിറ്റ്, ഞാൻ പറഞ്ഞു 90 മിനിറ്റ് വരും, 45 മിനിറ്റിൽ ഒരു 40 മിനിറ്റ് കഴിഞ്ഞാൽ 2 അല്ലെങ്കിൽ കുറച്ച് സമയം ഇഞ്ചുറി ടൈം കൊടുക്കും. കാരണം ചില ടൈം എവിടെയും വേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതേമാതിരി 90 മിനിറ്റിൽ ഇഞ്ചുറി ടൈം കൊടുക്കും. 90 മിനിറ്റിൽ അവസാനത്തെ സെക്കൻഡിലൊക്കെ ഗോൾ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ തോൽക്കുന്ന ടീമുകളൊന്നും നമുക്ക് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഫൈനലാണെന്ന് കൂട്ടിക്കോ, ഈ ഫൈനലിൽ അവസാനത്തെ മിനിറ്റിൽ ഗോൾ ഇട്ടാണ്ട് ആ ഒരു ടീം തോൽക്കുമ്പോഴുള്ളൊരു അവസ്ഥ ആലോചിച്ചൊക്കെ ചെയ്യുക. അതുവരെ ഒരു നയിച്ച് വന്ന് ഒരു അവസാനത്തെ ഒരു സെക്കൻഡ് അവരുടെ എല്ലാതും പേപ്പിച്ചത്. അപ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നതും അവിടെ നടക്കുന്നതും നാടകീയമായ കാര്യങ്ങളും തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എത്ര തല്ലുണ്ടായിരിക്കുന്നത്. പിന്നെ പരിക്കുകൾ എന്ന് പറഞ്ഞാൽ ചില്ലറ പരിക്കുകളൊന്നുമല്ല. ഒരുത്തൻ്റെ കാലൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വളഞ്ഞൊടിയുന്ന പോലെയൊക്കെ പല പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇമോഷണലായിട്ടും എൻജോയ് ചെയ്യാനും. എൻജോയ്മെന്റ് എന്താ കിട്ടുന്നത്? എൻജോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ടീമിന്റെ വിജയവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ ട്രോഫി അടിക്കുമ്പോൾ നമുക്കൊരു സംഭവം, അതൊരു വികാരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇഷ്ടപ്പെട്ട ടീം, അതിപ്പോൾ ഫുട്ബോൾ എന്നല്ല, ക്രിക്കറ്റ് ആയാലും ബാസ്കറ്റ് ആയാലും. ബാസ്കറ്റ് നല്ല ഫാൻസാണ്. നമ്മളവിടെ ബാസ്കറ്റ് ഇല്ലാന്നുള്ളൂ. പക്ഷെ വേൾഡിലെ NBA ബാസ്കറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ആ ഫാൻസിന് നമുക്കൊരു വികാരമാണ്. പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറംകാരെന്ന് പറയുമല്ലോ, മലപ്പുറംകാർക്ക് ഒരു വികാരമാണ്. അപ്പോൾ അവരുടെ ഇഷ്ടപ്പെട്ട ടീമുണ്ടാവും. ഇഷ്ടപ്പെട്ട് തോൽക്കുമ്പോൾ അവരുടെ അടുത്ത് ബാക്കിയുള്ള ചെങ്ങമ്മയുടെ നിന്നൊക്കെ ഭയങ്കര വിമർശനങ്ങളും കളിയാക്കലൊക്കെ ഉണ്ടാവും. ഓരക്കെതിരെ തിരിച്ചടിക്കുമ്പോഴുള്ള സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അതാണ് വികാരം. ശരിയാ. പിന്നെ ഈ ഉറക്കം വെച്ച് കാണുന്നത് എന്തിനാണ്? നമുക്ക് നിവൃത്തികേടാണ്. ഇയാള് ഉറക്കൊക്കെ വെച്ചിട്ട് ഒരു 2-3 ദിവസമൊക്കെ ഉണ്ടല്ലോ ഉറക്കം വെച്ചിട്ട് ഒന്ന് കാണും. അത്രത്തോളം ചിലപ്പോ പുറത്ത് പോകുമ്പോ ഇങ്ങനെ കൈ പിടിച്ചിട്ടൊക്കെ പോവാ. അങ്ങനൊക്കെ ഒരു അതാണ് ആ ഒരു സ്നേഹം. നമ്മൾ ആ ഒരു ഫുട്ബോളിനുള്ള അഡിക്ഷൻ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഡ്രഗ് അഡിക്റ്റ് എന്ന് പറയുന്ന പോലെ ഫുട്ബോളിനുള്ള അഡിക്റ്റ് ആണ്. ഉറക്കം വയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊക്കെ ഫാനായത് യൂറോപ്യൻ ഫുട്ബോൾ കണ്ടിട്ടാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ ഫുട്ബോൾ, അമേരിക്കൻ രാജ്യങ്ങളിലെ ഫുട്ബോൾ. നമ്മൾ ഇന്ത്യയിലെ ഫുട്ബോളിന് അത്ര വലിയ റോളില്ല. ഉള്ളതാണ് ISL. ISLന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവും എന്താണല്ലേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതിൻ്റെയൊക്കെ അവസ്ഥ. പക്ഷേ യൂറോപ്യൻ ഫുട്ബോളിൽ വെച്ചാൽ നമുക്ക് ടൈം വ്യത്യാസമുണ്ട്. അവിടെ 10 മണിയാകുമ്പോൾ ഇവിടെ 10 മണിയാവില്ല, നല്ല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് രാത്രി ആയിരിക്കും അധികം കളി ഉണ്ടാവുക. പക്ഷെ രാത്രിയാണ് ഒന്നുകൂടി ബെറ്ററും. കാരണം പകൽ പണി ഉണ്ടാവും, നമുക്ക് വർക്ക് ഉണ്ടാവും, നമ്മൾ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫുള്ള് കാണാൻ പറ്റില്ല, നമ്മുടെ ടീമിൻ്റെ കളി കാണാൻ പറ്റില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് രാത്രി വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ്. കുറച്ച് ഉറക്കം വയ്ക്കണം എന്നുള്ളൂ. ആ ഉറക്കം പിറ്റേ ദിവസം നമ്മൾ തിരിച്ചെടുക്കും. ചില ദിവസം ഉറക്കം ഉണ്ടാവില്ല. ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പ് ഉറക്കമില്ല രാത്രിയാണ്. കാരണം അമേരിക്കയിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്, USA, മെക്സിക്കോ, കാനഡയാണ്. അവിടെ ഫസ്റ്റ് കളി ഇവിടെ എപ്പോഴേ കാലം അറിയാം, രാത്രി 9:30 കാര്യം ഫസ്റ്റ് കളി. ചില കളികൾ അല്ലെങ്കിൽ 12:30, രാത്രി 12:30, 9:30 കളി കൂട്ടിക്കോ, 9:30, 12:30 ഒരു കളി, 3:30 ഒരു കളിയുണ്ട്, 5 സുബൈക്ക് 5:30 ഒരു കളിയുണ്ട്. ഒരു ദിവസത്തെ കളിയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ചിലപ്പോൾ 6:30 കളി ഉണ്ടാവും. എല്ലാം ഒരുമിച്ചല്ല, പല ടൈമുകളിലേക്കാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാസം നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. 2022 വേൾഡ് കപ്പൊക്കെ ഇപ്പോൾ ഓർമ്മ ഉണ്ട്. ഒരു ദിവസത്തെ കളി ഫുള്ളിരുന്ന് കാണും, രണ്ടാമത്തെ ദിവസവും കാണും, 2 ദിവസം ഉറക്കം ഒഴിച്ചും കോളേജിൽ പോകും. കോളേജല്ല, വർക്കിന് പോകും. പിന്നെ 3-ാമത്തെ ദിവസം കളി കാണണമെന്നുണ്ടാവും. ഒരു കളി കാണും, 2-ാമത്തെ കളിക്ക് നീച്ച് നിൽക്കാനുള്ള ഹെൽപ്പുണ്ടാവില്ല, അവിടെ ഒടിയും സൈഡോ. അങ്ങനെ കുറേ കളി മിസ് ചെയ്യുന്നത്. പക്ഷെ മാക്സിമം എല്ലാ കളിയും കാണാൻ നോക്കും. കാരണം എന്താ പറയുക, ഈ ഫുട്ബോളിലും ഈ വലിയ ചെറിയ ടീമുകളൊക്കെ ഉണ്ട്, വലുതും ചെറുതുമായിട്ടുള്ള കുറേ ടീമുകളുണ്ട്. പക്ഷേ വേൾഡ് കപ്പ് എത്തുമ്പോൾ അവിടെ വലുതും ചെറുതൊന്നുമില്ല. ആ 90 മിനിറ്റ് ആര് കളിക്കുന്നു ഓല് ജയിക്കും. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടീംസാണ് അർജൻറ്റീന, നമുക്കറിയാലോ, അർജൻറ്റീന, ബ്രസീൽ, സ്പെയിൻ, ഫ്രാൻസ്, അതുപോലെ തന്നെ ഇങ്ങനെ കുറേ ടീം, ജർമ്മനി പോലത്തെ ടീമുകൾ. പക്ഷേ അവിടെ വന്ന് കൊട്ടാൻ പോകുന്ന ആൾക്കാരെ അറിയിക്കാനോ, ജപ്പാൻ, ഏഷ്യൻ ടീംസ് ഉണ്ടാവും. ഇവരൊക്കെ വന്നിട്ട് വലിയ വലിയ ടീമിനായിട്ടൊരു മെഡലുണ്ട്. അതായത് അവർ വന്നിട്ട് നമ്മൾ പോലും ചിന്തിക്കില്ല. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ നമ്മൾ എന്തൊക്കെ കണ്ടിട്ട്, ബ്രസീൽ തോറ്റു മറ്റേ ക്യാമറൂണിനായിട്ട്, ജർമ്മനി തോറ്റു ജപ്പാനായിട്ട്, അർജന്റീന തോറ്റു സൗദി അറേബ്യനായിട്ട്. മനസ്സിലായി, സൗദി അറേബ്യനായിട്ട് അർജന്റീന തോറ്റു. സൗദി അറേബ്യക്ക് എവിടുത്തെ ടീമായിരുന്നു? അതാണ്. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. വേൾഡ് കപ്പ് ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ് വേൾഡ് കപ്പ്. അതൊക്കെ ഓക്കെ. പക്ഷെ ഈ സ്ഥിരമായിട്ട് നിൽക്കണ മറ്റേ കളികളുണ്ടല്ലോ, ക്ലബ്ബ് വേൾഡ് കപ്പ്. ബാഴ്സലോണ, റിയൽ മാഡ്രിഡ്, ചെൽസി, ആഴ്സണൽ, PSG, മാഞ്ചസ്റ്റർ സിറ്റി, ക്ലബ്ബ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ആർക്ക്
ക്ലബ്ബ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വേറെ വികാരമാണ്. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കൊല്ലത്തിൽ ഒരൊറ്റ വരുള്ളൂ. അതൊക്കെ അപ്പൊ നമുക്ക് ഒരു മനുഷ്യന്മാർക്ക് ഒരു ഇതുണ്ടാവും, എക്സൈറ്റഡ് ഉണ്ടാവും കാണാനൊക്കെ. പക്ഷെ ഇത് എന്നും വേറെ ഒന്നുണ്ട്, വേൾഡ് കപ്പിന് ഈ നോർമൽ ക്ലബ്ബ് ഫുട്ബോൾ കാണാത്ത ആൾക്കാർ വരെ ഉണ്ടാവും. സീസണൽ ഫാൻസ് ആയിട്ട് കുറെ ആൾക്കാരുണ്ടാവും. കുറ്റപ്പെടുത്തല്ല, സീസണൽ ഫാൻസ് ഉണ്ടാവും. സ്ഥിരമായിരുന്ന് കാണുന്ന ആൾക്കാരുണ്ട് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ്. അവരാണ് ഈ ഫുള്ള് അത്രയും പക്ക ഫാൻസ് ചെയ്യാറ്. അതെ, ഞാൻ ബാഴ്സലോണ എല്ലാ കളിയും കാണും. ബാഴ്സലോണ മാത്രമല്ല, നമുക്ക് നല്ല ചാമ്പ്യൻസ് ലീഗിലെ മാച്ചും ലാ ലീഗയിലെ മാച്ചിലും പ്രീമിയർ ലീഗിലെ മാച്ചിലൊക്കെ നല്ല അടിപൊളി മാച്ചുകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ കാണും. ബിക്കോസ് വി ലവ് ഫുട്ബോൾ, ഐ ലവ് ഫുട്ബോൾ. അത് എന്ന് പറഞ്ഞൊരു വികാരമാണ്, വികാരം. അത് വേറെ ഒന്നുണ്ട്, എനിക്ക് പാരമ്പര്യമായിട്ടുള്ളതാണ്. വേറെ മനസ്സിലാക്കണം, പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂത്താപ്പ ഇങ്ങനെയാണ്, എൻ്റെ ഫാദർ ഇങ്ങനെയാണ്, എൻ്റെ അന്ത്രമാർ ഇങ്ങനെയാണ്, എൻ്റെ വല്യപ്പ ഇങ്ങനെയാണെന്ന് പറഞ്ഞ മാതിരി എല്ലാവരും ഫുട്ബോൾ ഇതൊക്കെ. നമ്മളെ കാലത്ത് നമുക്ക് ഫുട്ബോൾ കാണാനുള്ള സൗകര്യം ഉണ്ട്, എങ്ങനെ ടി വിയിലും ഇതിലൊക്കെ. പഴയ കാലത്തൊക്കെ മനസ്സിലാക്കണം, 10-25 കിലോമീറ്റർ ഒക്കെ നടന്നിട്ടാണ് ഒരു കളി കാണാൻ പോവാ. ഫാദർ ഇപ്പൊ കാണാൻ പോയത് കളിയാണ് 15 കിലോമീറ്റർ. എന്റെ മൂത്താപ്പൊക്കെ ഇപ്പോഴും ഇപ്പൊ കാണുന്നല്ലേ, ഉമ്മന്റെ ഇപ്പൊ കാണുമ്പോ ഞാൻ അന്തം വിട്ട് നിക്കലുണ്ട്. വയസ്സ് 55. ക്ലബിന്റെ കളിയാണ് കാണുന്നത്, വേറെ ഒന്നല്ല. അപ്പൊ മേലേക്ക് കയറിയൊക്കെ വരുമ്പോ ഞാൻ അന്തം വിട്ട് നിക്കലുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ടാണ് ഇങ്ങനെ ഒരു ഫുട്ബോൾ അടിച്ചിട്ടുള്ള ഒരാളെ കാണുന്നത്. ഇവരെ വീട്ടിലുള്ള ആൾക്കാരാണ്. ഇമ്മ വരെ, ഇമ്മാക്കൊക്കെ അറിയാം, പേരുകളൊക്കെ അറിയാം. എനിക്കതറിയില്ല കേട്ടോ, പക്ഷെ എനിക്കതറിയില്ല. എനിക്ക് പഠിപ്പിച്ചതെന്നൊക്കെയാ പറഞ്ഞത്. നല്ലത് അല്ല മറ്റേ എന്താ പറയാ, പഠിപ്പിച്ചെടുക്കണമെങ്കിൽ വരണം, കുറച്ച് ഇത് കാണണം. നമ്മള് ഫുട്ബോൾ കാണുമ്പോൾ അങ്ങനത്തെ ടീമാണ്. പിന്നെ എങ്ങനെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും ഗൈസ്, പറ.